Now let us discuss the elastic collision in one dimension. Okay, so let us discuss അപ്പോൾ വൺ ഡയമെൻഷനലി രണ്ട് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നു, അവർ കൊളൈഡ് ചെയ്യുന്നു, ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ അബ്രപ്റ്റായിട്ട് അതിൻ്റെ വെലോസിറ്റീസിൽ ചേഞ്ച് വരുന്നു. കൊളിഷന് ശേഷവും അത് വൺ ഡയമെൻഷൻ മോഷൻ തന്നെയാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബിഫോർ ദ കൊളിഷൻ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ വൺ ഡയമെൻഷൻ തന്നെയാണത് കാണിക്കുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒരു വലിയ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക, ഓഫ് മാസ് m1 ഇസ് മൂവിങ് വിത്ത് വെലോസിറ്റി u1, ആൻഡ് വേറൊരു മാസ് ഉണ്ട് ഓഫ് മാസ് m2, ഇറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി u2. ഇൻ വൺ ഡയമെൻഷൻ കേസ് രണ്ടും ഒരേ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് മാസസ് m1 m2 വിത്ത് വെലോസിറ്റീസ് u1 u2, ആൻഡ് ദിസ് ഈസ് ദ കണ്ടീഷൻ u1 ഇസ് ഗ്രേറ്റർ ദാൻ u2. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന ഒബ്ജക്റ്റിന് സ്പീഡ് കുറവാണ്, പിറകിൽ പോകുന്ന ആൾക്ക് സ്പീഡ് കൂടുതലാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉറപ്പാണ് പിറകിൽ വരുന്ന ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ പോകുന്ന ഒബ്ജക്റ്റിനെ വന്നിട്ട് ഹിറ്റ് ചെയ്യും, അല്ലേ, തട്ടും. കാരണം ഇതിന് സ്പീഡ് കൂടുതൽ, ഇതിന് സ്പീഡ് കുറവുമാണ്. സോ ദ ടൈം ഓഫ് കൊളിഷൻ ഇങ്ങനെയായിരിക്കാം അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് m1 മാസ് ഉള്ളത്, ഇത് m2 മാസ് ഉള്ളത് അറ്റ് ദ ടൈം ഓഫ് കൊളിഷൻ. ആൻഡ് കൊളിഷന് ശേഷം ഈ കൂട്ടി ഇടി സംഭവിക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇലാസ്റ്റിക് കൊളിഷനാണ് ഇവിടെ നടന്നത്. അപ്പോൾ കൂട്ടിയിടിക്ക് ശേഷം അതിൻ്റെ വെലോസിറ്റിയിലും അബ്രപ്റ്റായിട്ട് ചേഞ്ച് വരുന്നു. m1 മാസുള്ള ബോഡി അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട് v1 ആയി മാറുന്നു. m2 മാസുള്ള ബോഡി അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട് v2 ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? m1 മാസുള്ള ബോഡി u1 വെലോസിറ്റിയിലായിരുന്നു പോയത്, കൊളിഷന് ശേഷം അതിൻ്റെ വെലോസിറ്റി മാറിയിട്ട് v1 എന്നുള്ളതായിട്ട് മാറി. m2 മാസുള്ള ബോഡി u2 വെലോസിറ്റിയിൽ പോകുന്നു, കൊളിഷന് ശേഷം അതിൻ്റെ വെലോസിറ്റി v2 ആയിട്ട് മാറി. സോ u1 എന്നുള്ളത് v1 ആയിട്ടും u2 എന്നുള്ളത് v2 ആയിട്ട് മാറി ഡ്യൂറിങ് ദ കൊളിഷൻ നടന്നപ്പോൾ. ഇവിടെ നടന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കുക, സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, ബിഫോർ ദ കൊളിഷൻ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ. ദെർഫോർ ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ കേസ്, ആൻഡ് വി അസ്യൂം ദാറ്റ് ദിസ് ഈസ് എൻ ഇലാസ്റ്റിക് കൊളിഷൻ. നമ്മൾ അങ്ങനെ കരുതുക ഇതൊരു ഇലാസ്റ്റിക് കൊളിഷനാണ്. ഈ കൊളിഷൻ നടക്കുന്ന സമയത്ത് സൗണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇഫ് ഇറ്റ് ഇസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഒരു ഭാഗമായിരിക്കും എന്തായിട്ട് മാറിയിട്ടുണ്ടാവുക, സൗണ്ട് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ബോൾ ഇങ്ങനെ ഫോൾ ചെയ്യുന്ന കഥ പറഞ്ഞു. ബോൾ ഫോൾ ചെയ്തിട്ട് സർഫസിൽ വന്ന് തട്ടുന്നു, റീബൗണ്ട്സ് ചെയ്യുന്നു. ഈ സർഫസിൽ വന്ന് തട്ടുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി സൗണ്ട് എനർജിയായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനർജി ഫ്രാക്ഷണൽ ചേഞ്ച് വന്നിട്ട് അത്രയും ഹൈറ്റിൽ പൊന്താതെ കുറച്ച് ഹൈറ്റിൽ മാത്രം റൈസ് ചെയ്തിട്ട് വീണ്ടും ഫോൾ ചെയ്യുന്നു. അടുത്ത തവണ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ ദാറ്റ് സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഇസ് ഓൾസോ ലോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഗ്രാജ്വലി അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞ് അത് അവസാനം സ്റ്റോപ്പ് ആവുന്നു, നമുക്കറിയാം. എന്നാൽ ഈ കൊളിഷൻ നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ശബ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അസ്യൂം ചെയ്യൂ. അതായത് ഇത് ഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പോൾ കൊളിഷന് മുമ്പുണ്ടായിരുന്ന ടോട്ടൽ ലീനിയർ മൊമെൻറ്റവും കൊളിഷന് ശേഷം ഉണ്ടായിട്ടുള്ള ടോട്ടൽ ലീനിയർ മൊമെൻറ്റവും തുല്യമായിരിക്കും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ആവാനുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ, കൊളിഷന് മുമ്പുണ്ടായിരുന്ന ടോട്ടൽ കൈനറ്റിക് എനർജിയും കൊളിഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയും തുല്യമായിരിക്കും. അതായത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇലാസ്റ്റിക് കൊളിഷനുള്ള കണ്ടീഷൻ. അപ്പോൾ ആ ഒരു രണ്ട് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് കൊളിഷന് ശേഷം ഈ വെലോസിറ്റി എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നോൺ ആയിട്ടുള്ള പാരാമീറ്റർ m1 m2 എന്നുള്ളതും u1 u2 എന്നുള്ളതുമാണ്. ഇത് നോൺ പാരാമീറ്റർ ആണ്. നമുക്കറിയാം what is the mass of first body and what is the velocity of the first body, what is the mass of second body, what is the velocity of the second body. These four things that we don't, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇൻ ടേംസ് ഓഫ് ദാറ്റ്, അതിൻ്റെ ടേംസിൽ
നമ്മൾ V1 എത്രയാണ് V2 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, കൊളിഷന് ശേഷം M1 മാസുള്ള ബോഡി ഏത് വെലോസിറ്റിയാണ് സ്വീകരിക്കുക? ആക്ച്വലി നമുക്കറിയില്ല. M2 മാസുള്ള വെലോസിറ്റി ഏത് വെലോസിറ്റിയാണ് സ്വീകരിക്കുക? വി ഡോണ്ട് നോ. അത് V1 ആണ് V2 ആണ് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V1 ആൻഡ് V2. പക്ഷേ ഇതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണ് എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് ആ കണ്ടീഷൻസ് എടുക്കാം. ഏതാണ് ആ കണ്ടീഷൻ? കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇത് രണ്ടും അപ്ലൈ ചെയ്ത് V1 V2 എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് ഇൻ ടേംസ് ഓഫ് U1 M1 U2 M2 നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായോ? കൊളിഷന് മുമ്പുള്ള വെലോസിറ്റിയും മാസും നമുക്കറിയാം. എന്നാൽ കൊളിഷന് ശേഷം എന്തായിരിക്കും ഈ ഇവർ സ്വീകരിക്കുന്ന വെലോസിറ്റീസ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു ഇലാസ്റ്റിക് കൊളിഷനായിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഇമ്പോസ് ചെയ്യാൻ പറ്റും. ആ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ച് ഫൈനൽ വെലോസിറ്റീസ് V1 ആൻഡ് V2 എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഐഡിയ, ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ഇത് അപ്ലൈ ചെയ്യാം. ബിഫോർ കൊളിഷൻ മൊമെൻറ്റം എത്രയും നോക്കുക. ഫസ്റ്റ് ബോഡിയുടെ മാസ് M1, വെലോസിറ്റി U1. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം M1 U1. സെക്കൻഡ് ബോഡിയുടെ മാസ് M2, അതിൻ്റെ വെലോസിറ്റി U2. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം M2 U2. സോ M1 U1 പ്ലസ് M2 U2, ഇതാണ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ബിഫോർ കൊളിഷൻ. അപ്പോൾ കൊളിഷന് മുമ്പ് ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് M1 U1 പ്ലസ് M2 U2 ആണ്. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എത്രയാണ് നോക്കൂ. ആഫ്റ്റർ കൊളിഷൻ അതിൻ്റെ മൊമെൻറ്റം മാറി. M1 V1, ഇതാണ് ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം. സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം M2 V2 ആണ്. സോ യു ക്യാൻ ആഡ് ഇറ്റ്. സോ M1 V1 പ്ലസ് M2 V2 എന്ന് നമുക്ക് കാണാം. ദിസ് ഈസ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ട് സാധനങ്ങൾ. ആൻഡ് ദീസ് ഷുഡ് ബി ഈക്വൽ. ഇത് ഈക്വൽ ആയിരിക്കണം. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമുക്ക് തരുന്നത്. ഇവിടെ മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ദിസ് ഈസ് ടേക്കൺ ടു ബി ഇക്വേഷൻ നമ്പർ 1. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷനാണ് ഞാനിവിടെ എഴുതിയത്, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷനാണ് എഴുതിയത്. രണ്ടും ഈക്വൽ ആണ് ഈ കൊളിഷൻ, കാരണം ഇതൊരു ഇലാസ്റ്റിക് കൊളിഷനാണ്. വാട്ട് ഇസ് ദ സെക്കൻഡ് കണ്ടീഷൻ? ടോട്ടൽ കൈനറ്റിക് എനർജി ഷുഡ് ബി കൺസേർവ്ഡ്. അതായത് കൊളിഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയും കൊളിഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയും ഇതുപോലെ കൺസേർവ് ചെയ്തിരിക്കണം. അപ്പോൾ കൊളിഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 1/2 M1 U1 സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് ആളുടെ കൈനറ്റിക് എനർജി. സെക്കൻഡ് ആളുടെ കൈനറ്റിക് എനർജി 1/2 M2 U2 സ്ക്വയർ. ഇതായിരിക്കും സെക്കൻഡ് ആളുടെ കൈനറ്റിക് എനർജി. ഇതാണ് കൂടെ ആഡ് ചെയ്യുക. സോ ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി പ്ലസ് സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി, ദിസ് ഇസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ, കൊളിഷന് മുമ്പ്. ആൻഡ് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ അതെങ്ങനെ എഴുതാം? 1/2 M1 V1 സ്ക്വയർ പ്ലസ് 1/2 M2 V2 സ്ക്വയർ. അതാണ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ. ആൻഡ് ദീസ് ഷുഡ് ബി ഈക്വൽ. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസുകളാണ് നമുക്ക് ഇതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണ് എന്ന് പറയുന്നത് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ നോക്കൂ, ഇത് ഇപ്പോൾ തൽക്കാലം ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് തന്നെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1നെയും 2നെയും ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണേ. നോക്കൂ, ഇക്വേഷൻ 1 എങ്ങനെ റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. അവിടെ നോക്കൂ, M1 U1 പ്ലസ് M2 U2 ഇസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2 എന്നാണ് ഇക്വേഷൻ. യു ജസ്റ്റ് റീഅറേഞ്ച്. അത് ചെയ്യാനായിട്ട് M1 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവരിക, M2 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു M1 ടേം ഉണ്ട്, ഇവിടെ M1 ടേം ഉണ്ട്, ഇത് ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ ആൾ അവിടെ നിർത്തി, M1 U1 അവിടെ നിർത്തി, M1 V1 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ മൈനസ് M1 V1 എന്ന് കിട്ടി. നോക്കൂ, ഫസ്റ്റ് ടേമിന് അതുപോലെ നിർത്തി, സെക്കൻഡ് ടേമിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം ഇവിടെ ഉണ്ട് M2 V2, അതവിടെ കീപ്പ് ചെയ്തു. M2 V2 അവിടെ കീപ്പ് ചെയ്തു. M2 U2 എന്നുള്ള ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, മൈനസ് M2 U2 ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, M2 U2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി.
ഇതിൽ m1 കോമൺ ആയിട്ടുണ്ട്, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ദറ്റ് ഈസ് u1 മൈനസ് v1 എന്ന് കണ്ടു. സോ m1 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ u1 മൈനസ് v1 എന്ന് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു m2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ m2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് കിട്ടി. സോ m1 പുറത്തേക്ക് എടുത്തിട്ട് u1 മൈനസ് v1 എഴുതി, ഇവിടെ നിന്ന് m2 കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് v2 മൈനസ് u2 എന്ന് എഴുതി. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ m1 ടേംസുകൾ ഒരുമിച്ചെടുത്തു, m2 ടേംസുകൾ ഒരുമിച്ചെടുത്തു, എന്നിട്ടാണ് നമുക്ക് ഇക്വേഷൻ 3 കിട്ടിയത്. ഇനി നമ്മൾ സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യൂ, സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് അതിലിതുപോലെ m1 ടേംസുകൾ ഒരുമിച്ചെടുക്കാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് m1 u1 സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പം ഹാഫ് m1 u1 സ്ക്വയർ എഴുതി. പിന്നെ m1 v1 സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, അതിനെ പുറത്തേക്ക് എടുക്കാം. മൈനസ് ഹാഫ് m1 v1 സ്ക്വയർ. സോ ഫസ്റ്റ് ടേം അതുപോലെ വെച്ചു. സെക്കൻഡ് ടേമിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. റൈറ്റ് ടേമിൽ ബാക്കി വരുന്നത് ഹാഫ് m2 v2 സ്ക്വയർ, ഹാഫ് m2 v2 സ്ക്വയർ റൈറ്റ് സൈഡിൽ വന്നു. ഇതിനപ്പുറത്തേക്ക് എടുത്താൽ m1 u1 സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ മൈനസ് ഹാഫ് m2 u2 സ്ക്വയർ. ശരിയല്ലേ? m2 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവന്നു, m1 ടേംസുകൾ ഒരുമിച്ച്. ഇവിടെ നോക്കൂ, m2 1/2 ഇൻറ്റു m1 അത് കോമൺ ആണ്. ഇവിടെ 1/2 ഇൻറ്റു m1 എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ അതിനെ പുറത്തെടുത്താൽ 1/2 m1 പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി വരിക u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഫസ്റ്റ് ടേം. ഇവിടെ നമ്മൾ 1/2 m2നെ പുറത്തേക്ക് എടുക്കുക. സോ 1/2 m2 പുറത്തേക്ക് എടുത്താൽ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ അല്ലേ? 1/2 m2 പുറത്തെടുത്താൽ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്നാണ് കിട്ടുക. ആൻഡ് വാട്ട് ഈസ് ദിസ്? u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ. a സ്ക്വയർ മൈനസ് b സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ഓക്കെ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ v സ്ക്വയർ മൈനസ് v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ, എഗെയിൻ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. യു ക്യാൻ ചേഞ്ച് ഇൻ ദാറ്റ് വേ. ബൈ ദ വേ, വേണമെങ്കിൽ നമുക്ക് ഈ m2 ഹാഫ് ക്യാൻസൽ ചെയ്യാം, രണ്ട് ഹാഫുകൾ ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി വരിക m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ, m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. സോ മാറ്റുന്നത് നോക്കിക്കോളൂ. m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1, അതായത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളതിനെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിൽ എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റിൽ ആരാ വരിക? m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്നാണ്. സോ m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2, v2 മൈനസ് u2 ഇങ്ങനെയാണ് എഴുതുക. ദിസ് ഇസ് ടേക്കൺ ടു ബി ഇക്വേഷൻ 3 അല്ലേ, 4. ഓക്കെ, അപ്പോൾ ഞാൻ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് അതിനെ മാറ്റി എഴുതുകയാണ് ചെയ്തത്. a പ്ലസ് ബി a മൈനസ് ബി എന്നുള്ള ഫോമിൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ മാറ്റി എഴുതി. ഇക്വേഷൻ നമ്പർ 4 നോക്കി. ഇക്വേഷൻ 3 നോക്കൂ. m1 u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 v2 മൈനസ് u2 എന്നാണ് നമ്മൾ കണ്ടത്. ഇക്വേഷൻ 4 നോക്കൂ. m1 ഇൻറ്റു u1 പ്ലസ് v1 u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 പ്ലസ് u2 into v2 minus u2. This is equation number 4. Now you divide one equation by other, that is 4 by 3 ചെയ്തു നോക്കുക. So equation 4 divided by 3 ചെയ്യാം. So this implies equation 4ൻ്റെ right hand side, left hand side ഇതാണ്. അപ്പോൾ അത് divided by the left hand side of this equation 3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m1 into u1 plus v1 into u1 minus v1 divided by m1 into ഈ സാധനം, that is u1 minus v1. അപ്പം ഇക്വേഷൻ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു 4ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, that is m2 into v2 plus u2
v2 minus u2 divided by m2 into v2 minus u2 എന്ന് കിട്ടും. അതായത് ഇക്വേഷൻ 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഒരു ഇക്വേഷനെ മറ്റു ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകളുടെ ഡിവിഷൻ നടത്തുക. ഇക്വേഷൻ 4ൻ്റെയും ഇക്വേഷൻ 3യുടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 4ൻ്റെയും ഇക്വേഷൻ 3യുടെയും റൈറ്റ് ഹാൻഡ് സൈഡുകൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം m1 യു ക്യാൻ ക്യാൻസൽ, u1 v1 ക്യാൻസൽ ചെയ്യുക, u1 v1 ഇവിടെ ക്യാൻസൽ ചെയ്യാം, m2 ഇവിടെ ക്യാൻസൽ ചെയ്തു, v2 u2 ക്യാൻസൽ ചെയ്തു, v2 u2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, u1 plus v1 is equal to v2 plus u2 എന്ന് കിട്ടി. u1 plus v1 is equal to v2 plus u2 എന്ന് കിട്ടി. ദിസ് ഇസ് എ റിസൾട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ചെയ്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലൈ ചെയ്തു, അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്തു, അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഒരു രണ്ട് ഇക്വേഷൻസിന് ഡിവൈഡ് ചെയ്തു. ഇവിടെ ചെയ്തത് ജസ്റ്റ് ടേംസിന് അപ്പുറത്തേക്ക് എടുക്കുക ഇപ്പുറത്തേക്ക് എടുക്കുക തുടങ്ങിയിട്ടുള്ള സിമ്പിൾ മാത്തമാറ്റിക്സുകളാണ്. ഇത് പലതവണ എഴുതി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇത്രയും വലിയ കണക്കുകളൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്ലിയർ. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് കിട്ടിയ റിസൾട്ട് u1 plus v1 is equal to v2 plus u2 എന്നാണ്. ദിസ് ക്യാൻ ഓൾസോ ബി റീഅറേഞ്ച്ഡ് ആസ്, നോക്കൂ, u1 minus u2 is equal to v2 minus v1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. u1 ഈ u2നെ പുറത്തേക്ക് എടുത്തു, അപ്പോൾ u1 ഇവിടെ ഉണ്ട്, u2നെ പുറത്തേക്ക് എടുത്തപ്പോൾ മൈനസ് u2, v2 ഇവിടെ ഉണ്ട്, v1 അപ്പുറത്തേക്ക് എടുത്തപ്പോൾ മൈനസ് v1. സോ u1 minus u2 is equal to v2 minus v1 എന്ന് കിട്ടുന്നു. ദിസ് ഈസ് സേ ഇക്വേഷൻ നമ്പർ 5 എന്ന് എടുത്തോളൂ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഒരു വളരെ ഇൻഫർമേഷൻ നമുക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, u1 minus u2. എന്താണ് u1 minus u2 എന്നുള്ളത് നോക്കാം. u1 minus u2 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ അല്ലേ. അതിനൊരു പേര് പറയും, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നോക്കൂ, ഇതാണ് u1 മൈനസ് u2. അപ്പം ഈ വെലോസിറ്റി മൈനസ് ഈ വെലോസിറ്റി ഇവരെന്താ പറയുക, ദിസ് ഇസ് കോൾഡ് വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റിയാണ്. മാത്രമല്ല u1 കൂടുതലാണ് u2 കുറവാണ്, ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യാൻ അങ്ങനെ അടുത്ത് വരികയാണ്. സോ ദിസ് ഇസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. റിലേറ്റീവ് velocity of approach എന്നാണ് അതിനെ പറയുക. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്, u1 മൈനസ് u2, ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി മൈനസ് സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി. ദിസ് ഡിഫറൻസ് ഇസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇനി v2 മൈനസ് v1 കൊളിഷന് ശേഷമുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി അതാണ് v1, സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി v2. സോ v2 മൈനസ് v1, ദിസ് ക്വാണ്ടിറ്റി v2 മൈനസ് v1 എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേര് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ദിസ് ഇസ് ഓൾസോ എ റിലേറ്റീവ് വെലോസിറ്റി. ഇവരെ വിളിക്കുന്ന പേര് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് this is called a relative velocity of separation. So you have two terms, ഒന്ന് u1 minus u2 relative velocity of approach, v2 minus v1 relative velocity of separation. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 5 നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് the relative velocity of approach is equal to the relative velocity of separation എന്നുള്ളതാണ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. കൊളിഷന് മുമ്പ് ഈ രണ്ട് വസ്തുക്കളും എത്ര റിലേറ്റീവ് വെലോസിറ്റിയോട് കൂടെയാണോ അപ്രോച്ച് ചെയ്തത് അതേ റിലേറ്റീവ് വെലോസിറ്റിയോട് കൂടെ തന്നെ ആയിരിക്കും കൊളിഷന് ശേഷം അത് സെപ്പറേറ്റഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ കൊളിഷന് മുമ്പ് ഇവർ തമ്മിൽ അപ്രോച്ച് ചെയ്യപ്പെടുകയാണ്. ഏതാണോ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി സെയിം വെലോസിറ്റിയിൽ തന്നെ ആയിരിക്കും കൊളിഷന് ശേഷം അത് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത്. So this information is given by this mathematical relation u1 minus u2 is equal to v2 minus v1, that is relative velocity of approach is equal to relative velocity of separation. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്.
in elastic collision, show that relative velocity of approach is equal to relative velocity of separation എന്നുള്ളത് തെളിയിക്കുക. അത് വൺ ഡയമെൻഷൻ കേസ് തെളിയിക്കാനാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? വൺ ഡയമെൻഷനിൽ രണ്ട് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നു. M1 M2 മാസുള്ള രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി U1 ആൻഡ് U2. എന്നിട്ട് നമ്മളിത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ് അസ്യൂം ചെയ്യുന്നു. അണ്ടർ ദിസ് അസംഷൻ നമ്മൾ അതിൻ്റെ മൊമെൻറ്റം കൺസർവേഷൻ എഴുതുന്നു. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ഇക്വേഷൻ 1 ആയിട്ട് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവേഷൻ പറയുന്നു. ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളിഷൻ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ ദ കൊളിഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ 2 നമ്മൾ എഴുതുന്നു. ഇനി നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 1നെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ 3 ഉണ്ടാക്കുന്നു. ഇക്വേഷൻ 2 എന്നുള്ളതിനെ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം അതിനെ M1 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു, M2 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കോമൺ ടേംസിനെ പുറത്തേക്ക് എടുത്തതിനെ വെട്ടി ചെറുതാക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വേഷൻ 4 അച്ചീവ് ചെയ്യുന്നു. ദെൻ 4/3 ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ കട്ട് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡുകൾ ഡിവൈഡ് ചെയ്യുന്നു, കോമൺ ടേംസുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ്. ആൻഡ് അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 5 കിട്ടുന്നു. ആൻഡ് ഇക്വേഷൻ 5ൽ നിന്നും ക്ലിയർ ആണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻസും ഈക്വൽ ആണ് എന്നുള്ളത്. ഇത് തെളിയിക്കാൻ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നിങ്ങൾ കാണുമ്പോൾ യു മേ ബി വെറീഡ്, ബട്ട് ദിസ് ഇസ് വെരി സിമ്പിൾ. ഇത് നിങ്ങൾ കൃത്യമായി അത് ഒന്ന് രണ്ട് തവണ എഴുതി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ മാത്തമാറ്റിക്സ് ഒന്നും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അങ്ങോട്ടെടുക്കുന്നു, ഇങ്ങോട്ടെടുക്കുന്നു, ഡിവിഷൻ ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ ഭാഗം കൃത്യമായി ചെയ്യണം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വെലോസിറ്റീസ്, ഈ V1 V2 എത്രയും നമുക്ക് അറിയില്ല. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എത്രയാണ് എന്നുള്ളത് കാണാനാണ്. പക്ഷെ അത് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻ 5 നോക്കൂ. U1 - U2 ഇസ് ഈക്വൽ ടു V2 - V1 എന്നുള്ളതാണ്. ഇതിൽ നിന്നും V2 ഇസ് ഈക്വൽ ടു എന്ന് നമുക്ക് എഴുതാം. അത് നിങ്ങൾ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് V1 എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആ V1 വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് V2 എത്രയാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എഴുതി പഠിക്കുക. 3-4 തവണ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് പറയാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്. പക്ഷെ അത് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എക്സാം പേപ്പറിൽ അത് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. സോ റൈറ്റ്, നന്നായിട്ട് എഴുതി പഠിക്കുക ഈ ഭാഗങ്ങൾ.